വെൽക്കം ടു ടേസ്റ്റി അടുക്കള. നിങ്ങൾ ആദ്യമായാണ് ഈ വീഡിയോ വാച്ച് ചെയ്യുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഞങ്ങൾ ഇടുന്ന വീഡിയോ അതത് സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് സ്പെഷ്യൽ ഐറ്റവുമായാണ്, സോയാബീൻ കടായി. അതിനാവശ്യമായ സാധനങ്ങൾ: 1/2 കപ്പ് സോയാബീൻ, സവാള 2 എണ്ണം, തക്കാളി 2 എണ്ണം, ഒരു പച്ചമുളക്, വെളുത്തുള്ളി 4 അല്ലി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ആവശ്യത്തിന് കറിവേപ്പില, മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. കടായി ഉണ്ടാക്കാൻ സോയാബീൻ ആദ്യം ചെറുതായി ഒന്ന് പൊരിച്ചെടുക്കണം. നമുക്ക് ആദ്യം സോയാബീൻ ഒന്ന് പൊരിച്ചെടുക്കാം. അതിന് ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, അല്ലെങ്കിൽ 2 ടീസ്പൂൺ, നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. 2 ടീസ്പൂൺ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. സോയാബീൻ കട്ട് ചെയ്തിട്ടാണ് ഇത് നമ്മൾ ഇവിടെ മസാല കൂട്ടുന്നത്. നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ സോയാബീൻ നല്ലവണ്ണം മസാല മിക്സ് ചെയ്തു. നന്നായി ഇത് മസാല നല്ലവണ്ണം പിടിക്കണം. ശേഷം ചട്ടി ചൂടാക്കുക. അത് നമ്മളിവിടെ ഒരു ചെറിയ ചീനച്ചട്ടി ലോ ഫ്ലെയിമിലിട്ട് ചൂടാക്കുക. അതിന് പാകത്തിന് എണ്ണ ഒഴിക്കുക. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് ഈ സോയാബീൻ ഇടുക. ഇനി ഇതൊന്ന് കുറച്ച് പൊരിഞ്ഞു വരണം. ഇപ്പോൾ നമ്മുടെ സോയാബീൻ പൊരിഞ്ഞു കൊണ്ടിരിക്കുകയാണ്. നല്ലവണ്ണം പൊരിയേണ്ട, ഒരു മീഡിയം സൈസ്. ഇത് നമുക്ക് റെഡിയാകുമ്പോൾ നമുക്ക് കടായിലേക്കുള്ള സാധനങ്ങൾ റെഡിയാക്കാം. നമുക്ക് ഗ്യാസ് ഓണാക്കുക. പാകത്തിന് എണ്ണ ഒഴിക്കുക. ചട്ടി നല്ലവണ്ണം ചൂടായിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള സവാള ഇടാം. ചട്ടി നല്ലവണ്ണം ചൂടായി, നമുക്ക് സവാള ഇട്ട് വഴറ്റാം. നന്നായി വഴറ്റുക. സവാള നല്ല ചുവന്ന് വരുന്നുണ്ട്. പാകത്തിന് വഴറ്റുന്ന ഇതിലേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള തക്കാളി നന്നായി മിക്സ് ചെയ്യുക. ശേഷം നമ്മുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുക. ഇതൊക്കെ ഒപ്പം മിക്സ് ചെയ്ത് നന്നായി ഇളക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മസാലകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്. നന്നായി മിക്സ് ചെയ്യുക. ഈ ലോ ഫ്ലെയിമിലാക്കിയാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. ഇത് ആവശ്യത്തിന് എല്ലാം മിക്സ് ചെയ്ത് പാകമായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊരിച്ചെടുത്ത സോയാബീൻ ചേർക്കാം. വീണ്ടും നന്നായി മിക്സ് ചെയ്യുക.
ഓക്കെ, അപ്പോൾ നമ്മുടെ കടായി ഒരുവിധം റെഡിയായി വരുന്നുണ്ട്. നന്നായി ഇളക്കുക. നല്ല സ്മെല്ല് വരുന്നു. ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഓക്കെ, അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഇത് ഇപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ചെയ്തു. നമ്മുടെ സോയാബീൻ കടായി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ റെസിപ്പീസ് റെഡി ആയിട്ടുണ്ട്. സോയാബീൻ കടായി. ഞാൻ ആദ്യമായാണ് ഈ വീഡിയോ ഇടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾക്ക് താല്പര്യമുള്ള റെസിപ്പീസ് ഞങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ, ഇനി നമുക്ക് രുചിച്ച് നോക്കാം. ടേസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.